പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കോപ്പറിന്റെ മെറ്റലർജിയാണ്. കോപ്പർ. Already we have seen the metallurgy of iron, nickel, aluminum, and this is the fourth one, that is copper. You know, copper is a very important metal industrially. The copper പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കോപ്പർ ഒരുപാട് അലോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്രാസ്, ബ്രോൺസ് തുടങ്ങിയ ഒരുപാട് അലോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കോപ്പറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് നമുക്കറിയാം. എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ ഇലക്ട്രിക്കൽ വയറിങ്ങിനുള്ളൊക്കെ എന്താണ്? കോപ്പറാണ്. വെരി പ്യുവർ കോപ്പർ, എക്സ്ട്രാ പ്യുവർ കോപ്പറാണ് കണ്ടക്ടിവിറ്റിക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കോപ്പറിനെക്കാളും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മറ്റ് മെറ്റൽസ് ഉണ്ട്, സിൽവറും ഗോൾഡൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ വില എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിലയും കൂടി നോക്കുമ്പോൾ ഏറ്റവും നല്ല ഉപയോഗത്തിനുള്ളത് കോപ്പറാണ്. വില കുറഞ്ഞ അയണിലേക്ക് നിൽക്കും, പക്ഷെ അയൺ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ് കമ്പയർഡ് ടു കോപ്പർ. അപ്പോൾ നല്ല കണ്ടക്ടിവിറ്റി ഉള്ളതും എന്നാൽ വലിയ വിലയില്ലാത്തതും, നല്ല വിലയുള്ള സാധനമാണെങ്കിലും വലിയ വിലയില്ലാത്തതുമാണ് നമ്മുടെ കോപ്പർ. അതുകൊണ്ട് തന്നെ കോപ്പറാണ് വളരെ വ്യാപകമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത് ഇൻ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഓർ ഇലക്ട്രിക്കൽ വയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത് കോപ്പറാണ്. എന്നായിരുന്നോട്ടെ, നമുക്ക് പ്രധാനമായിട്ട് തന്നെ മെറ്റലർജിനെ പറ്റി പഠിക്കേണ്ടത് കോപ്പർ. കോപ്പറിന്റെ പ്രത്യേകത, കോപ്പർ ഈസ് വെരി അൺറിയാക്റ്റീവ് മെറ്റൽ. നമ്മുടെ എലിഹാം ഡയഗ്രത്തിൽ കോപ്പറിന്റെ സ്ഥാനം നേരത്തെ വളരെ മേലെയാണ്. മെർക്കുറി, സിൽവർ എന്നൊക്കെ ഏകദേശം അടുത്തായിട്ട് വരുന്ന സാധനമാണ് കോപ്പർ. ഓക്കെ, ആൻഡ് ബീങ് വെരി അൺറിയാക്റ്റീവ്. ഗോൾഡിനെ പോലെയോ അല്ലെങ്കിൽ സിൽവറിനെ പോലെയോ അത്രത്തോളം ഇല്ലെങ്കിലും പ്രകൃതിയിൽ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം അപൂർവമായിട്ട് കോപ്പർ എക്സിസ്റ്റ് ഫ്രീ, ഓർ ഇറ്റ് ഈസ് കോൾഡ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോപ്പർ എക്സിസ്റ്റ് നേറ്റീവ് ആയിട്ട് കോപ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം അലുമിനിയവും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നിക്കലും, മറ്റെന്താണ് അലുമിനിയം, നിക്കറും, പിന്നെ പഠിച്ച നമ്മള് അയണൊക്കെ കോമ്പൗണ്ട്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അയൺ കാർബണേറ്റ്, അയൺ സൾഫൈഡ്, അല്ലെങ്കിൽ കാർബണേറ്റ് ഓർ സൾഫൈഡ് ഓർ നൈട്രേറ്റ് ഓർ ഓക്സൈഡ് ഓർ എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അപൂർവ കേസുകളിൽ കോപ്പർ ഫ്രീ കോപ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കിട്ടിയ വലിയ ലാഭമാണ്. കാരണം വെരി പ്യുവർ കോപ്പർ ഈസ് എക്സിസ്റ്റ് ആസ് വാട്ട് ഈസ് കോൾഡ് കോപ്പർ നഗ്ഗറ്റ്സ് എന്നാ പറയുക. കോപ്പറിന്റെ ചെറിയ കട്ടകളായിട്ട് ഫ്രീ ആയിട്ട് വളരെ പ്യുവർ കോപ്പർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇൻ ദ മിഷിഗൺ സ്റ്റേറ്റ്സ് ഓഫ് United States, it is found that certain places copper exists free in nature. Okay, അതുപോലെ നമ്മൾ കോപ്പറിന്റെ പ്രധാനപ്പെട്ട ഓസ് എന്തൊക്കെയാണ് നോക്കാം. എന്തൊക്കെയാണ് കോപ്പറിന്റെ പ്രധാനപ്പെട്ട ഓസ്? ഒന്ന്, the principal ore of copper is a copper pyrites. It is a sulfide and it is a mixed sulfide of copper and പ്രധാനപ്പെട്ട കോപ്പറിന്റെ ഓറാണ്, പ്രിൻസിപ്പൽ ഓറാണ് അയൺ പൈറൈറ്റ്സ്. അയണിന്റെ കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്. It is a cuprous sulfide. Another one is a malachite, that is what is called a basic carbonate of copper. Basic hydroxide and basic carbonate of copper. It is formula അങ്ങനെ എഴുതുക, CuCO3 COH twice. മനസ്സിലായില്ലേ? ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോപ്പർ പൈറൈറ്റ്സ് ആണ്. അതിൽ നിന്ന് എങ്ങനെയാണ് ബാക്കി രണ്ട് പേർ ഓർത്ത് വെക്കുന്ന, രണ്ട് മൂന്ന് പേർ ഓർത്ത് വെക്കുക. മാലക്കൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. നമുക്ക് എങ്ങനെയാണ് കോപ്പർ പൈറൈറ്റ്സിൽ നിന്ന് കോപ്പർ ഐസൊലേറ്റ് ചെയ്യുന്നത് പഠിക്കേണ്ടത് തൽക്കാലം. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെ നമുക്കറിയാം. The ore which is mined out from the earth is first purified. You know, this is a sulfide ore and the purification will be most probably by the froth flotation process. Sulfide ore സാധാരണ conversion ആണ്. Sulfide ore purify ചെയ്യുന്നത് froth flotation process കൂടെയാണ്. അപ്പോൾ കോപ്പർ പൈറൈറ്റ്സ് എടുക്കുക, അതിന്റെ
Mind ചെയ്തെടുത്തത് is powdered, crushed, well pulverized and subjected to froth flotation process for purification or dressing or beneficiation. നമ്മളെ വാക്കുകൾ പ്രാവശ്യം പറഞ്ഞാണ്. അപ്പോൾ ഓറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് froth flotation പ്രോസസ്സിൽ കൂടിയാണ്. അത് ഓർത്ത് വെക്കുക. സെക്കൻഡ്ലി പിന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ് froth flotation process. That is purification of the ore. That is a physical process. Chemical process no കാര്യമായിട്ടില്ല. ഒരു physical process ആണ്. Anyway, remember that. Then second step is മിക്കവാറും എല്ലാ കേസിലും കൃത്യം മനസ്സിലാവും ഒരുപോലെയാണ്. Roasting. The ore is roasted in a reverberatory furnace. Roasting എന്ന് പറഞ്ഞാൽ എന്താ? Heating in excess supply of air, and you can see that CuFeS2 will be converted into Cu2S plus Fes plus SO2. 2 CuFeS2 will give 1 Cu2S, then 2 Fes. രണ്ട് Fe ഇവിടെ ഉണ്ട്. എത്ര സൾഫർ ഉണ്ട്? 4 സൾഫർ ഉണ്ട്. ഒന്നുകൂടെ പോയി 2 സൾഫർ SO2. അപ്പോൾ എന്താണ്? പ്ലസ് O2. We can see that a part of sulfur, the result of roasting is a part of sulfur is removed as sulfur dioxide, and the remaining residue will be a mixture of cuprous. ശ്രദ്ധിക്കുക, Cu2S എന്ന് പറഞ്ഞാൽ copper 1 sulfide ആണ് അല്ലേ? കാരണം copper 2 sulfide ആണെങ്കിൽ അതെന്താവും? ഇതുപോലെയാവും, CuS വരും. മനസ്സിലുണ്ടെങ്കിൽ ഇത് ഫെറസ് സൾഫൈഡ് Fe2S ആണ്. മനസ്സിലായില്ലേ? Fe2 ആണ്, അയൺ 2 ആണ്. മനസ്സിലാകുന്നുണ്ടോ? So it is a cuprous sulfide and a ferrous sulfide. So after roasting we get a mixture of a cuprous sulfide and ferrous sulfide. Of course with some other impurities will be there, no problem. Okay. Then the third step is smelting in a നമുക്കറിയാം എന്താണ് ഇന്നെ ബ്ലാസ്റ്റ് ഫർണസ്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക. പല മെറ്റൽസിന്റെ മെറ്റലർജി സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും. റോസ്റ്റിംഗ് ഇൻ എ റിവർബറേറ്ററി ഫർണസ്, സ്മെൽറ്റിംഗ് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യെസ്, ഹിയർ ദ ഓർ ആഫ്റ്റർ റോസ്റ്റിംഗ് വിച്ച് കണ്ടെയ്ൻസ് മെയിൻലി copper 1 sulfide and iron 2 sulfide, or simply cuprous sulfide and ferrous sulfide is mixed with sand and coke. അപ്പോൾ എന്തുണ്ടാവും? Cu2S ഉണ്ടാവും പ്ലസ് Fes ഉണ്ട്. അതാണ് നമ്മുടെ റോസ്റ്റിംഗ് കഴിഞ്ഞ് വരുന്ന ഓറിലുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസ്. അതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കുന്നത്? സാൻഡ് ആൻഡ് കോക്ക്. And of course it is heated in a blast furnace. How it is heated, you know? Yes, by sending a hot blast of air from the bottom. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ബോട്ടത്തിൽ നിന്ന് hot blast of air മേലേക്ക് വിടുന്നു. മേലെ താഴേക്ക് എന്താണ് ഈ പറഞ്ഞ ഓറും സാൻഡും കോക്കും കൂടി മിക്സ് ചെയ്ത് താഴേക്ക് ഇടുന്നു. ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യും. എന്ത് സംഭവിക്കും? You can see that most of the ferrous sulfide is converted into ferrous oxide. എവിടുന്നാ കിട്ടുന്നത്? Says from the hot blast of ferrous oxide, and what happens? Yes, ferrous oxide react with sand എന്ന് പറഞ്ഞാൽ സിലിക്കൺ നമുക്കറിയാം. ferrous oxide plus silicon dioxide will give a ferrous silicate, that is the slag. അപ്പോൾ പ്രധാനമായിട്ട് സ്മെൽറ്റിംഗിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? യെസ്, Cu2S പ്രധാനമായിട്ടൊന്നും സംഭവിക്കില്ല. Fes will be converted into FeO by oxidation. Sulfur will be converted into sulfur dioxide. Okay, and this FeO will be converted into FeSiO3 by reaction with silicon dioxide, which comes from sand. Sand is silicon. Clear? So that is the main reaction that is taking place during smelting. That is, yes, you can see in the mixture of cuprous sulfide and ferrous sulfide gets converted into ferrous oxide, and ferrous oxide react with silica or sand to form ferrous silicate, which is a slag that can be slag that float on surface and that can easily be skimmed off. അപ്പോൾ ആ സ്റ്റേജ് കഴിയുമ്പോൾ മിക്കവാറും ഫെറസ് സൾഫൈഡ് ഒക്കെ പോയി. പിന്നെ കാര്യമായിട്ടുള്ളത് കുപ്പർ സൾഫൈഡും കുറച്ച് ഫെറസ് സൾഫൈഡും അതിൽ ബാക്കിയുണ്ടാവും. ഓക്കെ,
The third step, the fourth step is Bessemerization. Again, heating in a Bessemer converter, pear shaped, concrete mixture with the shape and the Bessemer converter. I do the hot blast pass. So the molten mass at the step smelting at the step Bessemerization. The fourth step is heated in a Bessemer converter. Cuprous sulfide ferrous sulfide. So that is molten in the Bessemer converter and a hot blast of air mixed with sand. Air and sand mix powder mix hot blast is passed through it. Through the molten mass. And hot air passing on the ആ കണ്ടീഷനിലാണ് ഈ പറഞ്ഞ സാൻഡ് കൂടി പാസ് ചെയ്യുന്നത്. അപ്പോൾ മോൾട്ടൺ മാസിൽ കൂടി ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ മിക്സ്ഡ് വിത്ത് സാൻഡ് ഈസ് പാസ്ഡ് ത്രൂ ദി മോൾട്ടൺ മാസ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ റിയാക്ഷൻ തന്നെയാണ്. ഫെറസ് സൾഫൈഡ് is converted into ferrous oxide plus sulfur dioxide. Sulfur gets converted into sulfur. Balance 2 FeS plus a 3O2 giving 2 FeO plus a SO2. 2 FeO. Sorry. 2 FeO 2 Fe inde 2 SO2 ഉണ്ട്. അപ്പോൾ 3O2. Yes. That is the balanced equation. 2 FeS plus 3O2 giving 2 FeO plus 2 SO2. Anyway, the main change that happens, reaction that happens is the ferrous sulfide is again the remaining ferrous sulfide, because the most of the ferrous sulfide will be removed in the previous stage, that is smelting in the blast furnace. അവിടെ മിക്കവാറും ഫെറസ് സൾഫൈഡ് ഒക്കെ പോയി തീരും. കുറച്ച് ബാക്കിയുള്ളതാണ് ഈ ബെസിമറൈസേഷൻ സ്റ്റെപ്പിൽ കൺവേർട്ടഡ് ഫെറസ് ഓക്സൈഡ്. നമുക്കറിയാം അതിൽ കൂടി പാസ് ചെയ്യുന്നത് ഹോട്ട് എയർ മിക്സ്ഡ് വിത്ത് സാൻഡ് ആണ്. ആ സാൻഡിലുള്ള നേരത്തെ പോലെ തന്നെ എന്താകും FeSiO3. That is the slag. ഈ റിയാക്ഷൻ മാത്രമല്ല, you can see that this change also takes place. So in the Bessemer converter, the hot air is passed through it, and this hot air or the oxygen present in the hot air converts cuprous sulfide into cuprous oxide. Cuprous sulfide into cuprous oxide and 2O2. There is Cu2O. ശരിയല്ല. And the sulfur is converted into SO2. So Cu2S is converted to Cu2O and sulfur is converted into sulfur dioxide. So the equation say Cu2S and copper ready and sulfur and sulfur oxygen എത്ര വേണം? ഒരു ഓക്സിജനും ഒന്നര ഓക്സിജൻ വേണം. ഒന്നര ഓക്സിജൻ വേണമെങ്കിൽ എന്ത് ചെയ്തോ? 3 ഓക്സിജൻ എഴുതുക. ഇവിടെ 2 Cu2 എഴുതുക, 2 Cu2 എഴുതുക, 2 SO2 എഴുതുക. അപ്പോൾ ശരി, 2 Cu2S plus 3 SO2 giving 2 Cu2O plus 2 SO2. Is it clear? 2 Cu2S plus 3O2. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 3 ഓക്സിജൻ, ഒരു 6 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 4 6 ഓക്സിജൻ ഉണ്ട്. 4 സൾഫർ ഉണ്ട്. ഇല്ല, 2 സൾഫർ ഉണ്ട്, ഇവിടെ 2 സൾഫർ ഉണ്ട്. 4 കോപ്പർ ഉണ്ട്, ഇവിടെ 4 കോപ്പർ. ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ ഒരിക്കലും ബാലൻസ് ചെയ്ത് വൈകാട്ട് പഠിക്കരുത്. എന്താ നടക്കുന്നത് മനസ്സിലാക്കുക. ബാക്കി നമ്മളെ മനോധർമ്മം അനുസരിച്ച് ബാലൻസ് ചെയ്യാൻ പഠിക്കണം. എനിവേ, ദാറ്റ്സ് നോ പ്രോബ്ലം. സോ ഇത് കംപ്ലീറ്റ് നടക്കുന്നില്ല. കുപ്രസ് സൾഫൈഡ് ഒരു പരിധി വരെ കുപ്രസ് ഓക്സൈഡായി മാറുകയും ഈ കുപ്രസ് ഓക്സൈഡ് നമ്മൾ നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ട്, നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കുപ്രസ് ഓക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് കുപ്രസ് സൾഫൈഡ് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കും. ഇപ്പം എന്താ നടക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിയേ.
ഈ മോൾട്ടൺ മാസിലേക്ക് കൂടി ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ ആൻഡ് സാൻഡ് പാസ്. സാൻഡിന്റെ ആവശ്യം ഇവിടെ തീർന്നു. സാൻഡിനെ കൊണ്ട് ഇവിടെ ആവശ്യമില്ല, ഇവിടെ ശ്രദ്ധിക്കുക. ഫെറോസിലിക്കേറ്റ് ആകാനാണ്. Hot blast of air was simply a part of cuprous sulfide is oxidized into cuprous oxide, and that cuprous oxide so formed react with the remaining cuprous sulfide. ഈ പ്രധാനമായിട്ടുള്ള രണ്ടെണ്ണമാണ് ഇത് രണ്ടും. ഇതിന്റെ കഥ ഇവിടെ കഴിഞ്ഞു. ഈ ബാക്കിയുള്ള ഫെറസ് സൾഫൈഡിന്റെ കഥ ഇവിടെ അവസാനിച്ചു. ശരി, പിന്നെ ബാക്കിയുള്ളത് ആ കുപ്രസ് സൾഫൈഡ് ഒരു ഭാഗം ഓക്സിഡൈസ് ചെയ്യപ്പെട്ടിട്ട് കുപ്രസ് ഓക്സൈഡ് ആവുകയും ഈ കുപ്രസ് ഓക്സൈഡ് റിയാക്റ്റീവ് റിമൈനിങ് കുപ്രസ് സൾഫൈഡ്. മനസ്സിലായില്ലേ? അതിൽ തന്നെ റിയാക്ഷൻ നടക്കും. കുപ്രസ് സൾഫൈഡ് കുറച്ച് കുപ്രസ് ഓക്സൈഡ് ആവും. ഉണ്ടായ കുപ്രസ് ഓക്സൈഡ് കുപ്രസ് സൾഫൈഡ് റിയാക്ട് ചെയ്തിട്ട് കോപ്പർ ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ് ആയി മാറും. That's the main reaction that is taking place during Bessemerization. രണ്ട് റിയാക്ഷൻ നടക്കും. ഒന്ന്, the remaining ferrous sulfide is completely removed as ferrous silicate. Secondly, yes, the cuprous sulfide is converted into copper. സെൽഫ് റിഡക്ഷൻ പ്രോസസ് എന്ന് പറയുന്ന സാധനം ഇത് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സെൽഫ് റിഡക്ഷൻ. പല റിഡക്ഷൻ ഉണ്ട്. കാർബൺ ഉപയോഗിച്ചുള്ള റിഡക്ഷൻ, അലൂമിനിയം ഉപയോഗിച്ചുള്ള റിഡക്ഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? കൂട്ടത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് സെൽഫ് റിഡക്ഷൻ. ഇതില് സൾഫർ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആക്ച്വലി ഓക്സിഡേഷൻ. കുപ്രസ് സൾഫൈഡ് കുപ്രസ് ഓക്സൈഡായി സൾഫർ ഡൈ ഓക്സൈഡ്. ഈ കുപ്രസ് ഓക്സൈഡ് ബാക്കിയുള്ള കുപ്രസ് സൾഫൈഡ് റിയാക്ട് ചെയ്തിട്ട് എന്താവും? കോപ്പറും സൾഫർ ഡൈ ഓക്സൈഡായി മാറും. ഇങ്ങനെ കിട്ടുന്ന കോപ്പർ ഇതിന്റെ മേലെ ആരുണ്ടാവും? സ്ലാഗ് ഫ്ലോട്ട് ചെയ്യും. അതുകൊണ്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സീൻ ദാറ്റ് ഇറ്റ്സ് ഓൾമോസ്റ്റ് 99.8% കോപ്പർ. വളരെ പ്യുവർ കോപ്പറാണ് ഈ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട്, യു അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ ബി ഫർദർ പ്യൂരിഫൈഡ് ബൈ കോപ്പർ പ്യൂരിഫൈഡ് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇലക്ട്രോളിറ്റിക് പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? ക്യാൻ ബി ഇലക്ട്രോളിറ്റിക്കലി പ്യൂരിഫൈഡ്. നമ്മൾ വാങ്ങുന്ന പ്യുവർ കോപ്പറിന് പലപ്പോഴും പറയുന്നത് തന്നെ ഇലക്ട്രോളിറ്റിക് കോപ്പർ എന്നാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പിന്നെ ഇലക്ട്രിക് വയർ കേബിളില്ല, നമ്മൾ എന്താണ് ഫിനോലെക്സ് മറ്റേ എന്താണ് വി ഗാർഡ് എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലത്തുള്ള പരസ്യത്തിലൊക്കെ പറയണം വളരെ ശുദ്ധമായ ഇലക്ട്രോളിറ്റിക് കോപ്പർ ഉപയോഗിച്ചാൽ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ ഇത് വീണ്ടും പ്യുവറായിട്ട് ഓൾമോസ്റ്റ് 100% കോപ്പർ കിട്ടും. അത് വളരെ അത്യാവശ്യമാണ് എന്തിന്? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ. കാരണം കോപ്പറിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി വരുമ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റിയിൽ വളരെ ഡ്രാസ്റ്റിക് ആയ കുറവുണ്ടാകും. സോ വെരി പ്യുവർ കോപ്പർ ഇസ് റിക്വയർഡ് ഫോർ വയറിംഗ് കേബിൾസ് ഒക്കെ ഉണ്ടാക്കാൻ. വളരെ പ്യുവർ കോപ്പർ ആവശ്യമുണ്ട്. ഒരു ഇമ്പ്യൂരിറ്റി ലേശങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ കണ്ടക്ടിവിറ്റിയിൽ കാര്യമായ വ്യത്യാസം വരും. റെസിസ്റ്റൻസ് വല്ലാണ്ട് കൂടും, അഥവാ കറണ്ട് കൂടുതൽ ചിലവാക്കും, വയറ് ചൂടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായില്ലേ? വളരെ പ്യുവർ കോപ്പർ ഇതിനേക്കാൾ പ്യുവർ കിട്ടാനാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോളിറ്റിക് പ്രോസസ് അത് വീണ്ടും can be purified. ഇത് വളരെ സിമ്പിൾ ആണ്. ഓർത്ത് വെച്ചാൽ ശ്രദ്ധിക്കുക. The ore which is mined out from the earth, of course, is first pulverized or powdered and subjected to purification by froth flotation process. Then the purified ore is subjected to 2 or 3 steps only. 3 steps പിന്നീട് purification. ഒന്ന് റോസ്റ്റിംഗ്, രണ്ടാമത്തെ സ്മെൽറ്റിംഗ്, മൂന്നാമത്തത് ബെസിമറൈസേഷൻ. Of course, നാലാമത്തെ വേണമെങ്കിൽ എന്താ പറയുക? പ്യൂരിഫിക്കേഷൻ ഓഫ് ദി മെറ്റൽ ബൈ ഇലക്ട്രോളിറ്റിക് പ്രോസസ്. നമ്മൾ പറഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ആദ്യത്തെ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി ഓറും രണ്ടാമത്തെ പ്യൂരിഫിക്കേഷൻ ഓഫ് ദി മെറ്റൽ ഒഴിവാക്കിയാൽ പിന്നെ 3 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ് ആൻഡ് ബെസിമറൈസേഷൻ. ശ്രദ്ധിക്കുക. മനസ്സിലായി? റോസ്റ്റിംഗ് സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? നമ്മുടെ ഓറ് ആരാണ്? കോപ്പർ പൈറൈറ്റ് CuFeS2. അതിൽ റോസ്റ്റിംഗ് സ്റ്റെപ്പിൽ ചെറിയ റിയാക്ഷൻ മാത്രമാണ് നടക്കുന്നത്. എന്താണ്? CuFeS2 is converted to a mixture of copper 1 sulfide or cuprous sulfide and iron 2 sulfide or ferrous sulfide, and a part of sulfur is removed as a sulfur dioxide. First step. And the second step, that is a smelting in the blast furnace. And the main reaction that is taking place during smelting is the conversion of a ferrous sulfide into ferrous oxide, and the reaction of ferrous oxide with the silicon dioxide to form ferrous silicate and removal of the slag. So that what is remaining will be cuprous sulfide mixed with a small quantity of a ferrous sulfide. Ferrous sulfide complete smelting തീരില്ല. അടുത്ത സ്റ്റെപ്പായ ബെസിമറൈസേഷൻ. ബെസിമർ കൺവേർട്ടർ, yes, the molten mass, through the molten mass a hot blast of air and sand is passed. When these two reactions take place, നേരത്തെ അതേ റിയാക്ഷൻ ആണ്. സ്മെൽറ്റിംഗ് കണ്ട അതേ റിയാക്ഷൻ ആണ്. ഫെറസ് സൾഫൈഡ് ഫസ്റ്റ് കൺവേർട്ടഡ് ഫെറസ് ഓക്സൈഡ് കൺവേർട്ടഡ് ഇൻടു സ്ലാഗ് ഫെറസ് സിലിക്കേറ്റ്. ഇത് 2 സ്റ്റെപ്പിൽ നടക്കുന്നുണ്ട്. സ്മെൽറ്റിംഗിൽ നടക്കുന്നുണ്ട്, ബെസിമറൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് തീരും ഏത് അയണിന്റെ കേസ്. പിന്നെ അതിലുള്ള കോപ്പർ സൾഫൈഡ് വേറൊരു പ്രധാന റിയാക്ഷൻ ഇതാണ്. കുപ്രസ് സൾഫൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു കുപ്രസ് ഓക്സൈഡ് ആൻഡ് ദ കുപ്രസ് ഓക്സൈഡ് റിയാക്ട് വിത്ത് ദ റിമൈനിങ് കുപ്രസ് സൾഫൈഡ് ടു ഫോം കോപ്പർ ആൻഡ് സൾഫർ ഡയോക്സൈഡ് പോകും. ഇവിടുത്തെ സൾഫർ ഡയോക്സൈഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്. അതൊക്കെ
Yes, and you can see that a very pure copper is obtained after polymerization, and if further purification is necessary, that is carried out by electrolytic process. Good pure copper വേണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ബ്രാസ ബ്രോൺസ് ഒക്കെ ഉണ്ടാക്കാൻ ഇത് ധാരാളമാണ്. പക്ഷെ അതല്ല, വെരി പ്യൂർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെരി പ്യൂർ കോപ്പർ വേണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഇസ് പ്യൂരിഫൈഡ് ബൈ ഇലക്ട്രോളിസിസ്. സാധാരണ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് 2 copper electrode, impure copper is made the anode and pure copper is made the cathode, and the direct current is passed. You can see that the impure copper dissolves from the anode and gets deposited on the cathode. നമുക്കറിയാം ഇലക്ട്രോളിസിസ് എന്താണ്. നിങ്ങൾ ചിലപ്പോൾ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ഒക്കെ ചെയ്തിട്ടുണ്ട്, കഥകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യാറുണ്ട്. സബ്സിഡി പ്രാക്ടിക്കൽ ഒക്കെ ചെയ്യണം ഇലക്ട്രോളിസിസ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഇട്ടിട്ട് കോപ്പർ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നത് അല്ലേ. എനിവേ ദാറ്റ് ഈസ് the metallurgy of copper. അത്രയും കോപ്പറിനെ പറ്റി വേണം. ഓക്കെ, ഇനി അതിന്റെ അലോയ്സ് കൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പഠിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം മെറ്റലർജി മാത്രം മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു കഴിഞ്ഞു? അയണ്, നിക്കല്, അലൂമിനിയം ആൻഡ് കോപ്പർ. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് ടൈറ്റാനിയം. That's also a very important metal, titanium. ഏവിയേഷൻ മേഖല, ഏവിയേഷൻ എയറോപ്ലെയിനൊക്കെ ഉണ്ടാക്കാനും അതുപോലെ മിസൈൽ അതിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റൽ. ടൈറ്റാനിയത്തിന്റെ പ്രത്യേകത അതിന്റെ ഡെൻസിറ്റി വളരെ കുറവും ഉറപ്പ് വളരെ കൂടുതലുമാണ്. വെരി ഹാർഡ് ആൻഡ് സ്ട്രോങ് മെറ്റൽ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ലൈറ്റ്. ലൈറ്റുമാണ് സ്ട്രോങ്ങുമാണ്, അതാണ് വ്യത്യാസം. അതേ സ്ട്രോങ്ങുള്ള അയൺ എടുത്തു കഴിഞ്ഞാൽ അയണിന്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. അതിനപേക്ഷിച്ച് ടൈറ്റാനിയത്തിന്റെ വെയിറ്റ് കുറവാണ്, ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈറ്റ് വെയിറ്റ് തന്നെ വളരെ സ്ട്രോങ് ആയി കിട്ടുന്ന സാധനമാണ് ടൈറ്റാനിയം. അതുകൊണ്ട് ഏവിയേഷൻ മേഖലയിലൊക്കെ ടൈറ്റാനിയം ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, സീ ദാറ്റ് ദ ഇമ്പോർട്ടന്റ് ഓർ ഓഫ് ടൈറ്റാനിയം. ടൈറ്റാനിയം നമ്മുടെ നാട്ടിലൊക്കെ ഇൽമനൈറ്റ് നമ്മൾ എന്താണ് കേരളത്തിലൊക്കെ കിട്ടുന്നുണ്ട്. അവിടെ ദ ബീച്ച് സയൻസ് ഓഫ് കൊയിലോട്ട്, നമ്മൾ കരിമണൽ കണ്ണതൊക്കെ കേട്ടില്ലെങ്കിൽ അതിനെപ്പറ്റി അത് പറയാൻ സമയമില്ല. നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഇൽമനൈറ്റ്. It is one of the important ores of a titanate. It is a ferrous titanate. Ferrous titanate, or can write it as a FeO.TiO2. അപ്പോൾ ഫെറസ് ഓക്സൈഡും ടൈറ്റാനിയം ഡയോക്സൈഡും കൂടി ചേർന്ന ഒരു സാധനമെന്നോ അല്ലെങ്കിൽ അയണിന്റെ ടൈറ്റാനേറ്റ്, ഫെറസ് ടൈറ്റാനേറ്റ്, അത് രണ്ടായിരം മാറി. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് അയൺ 2 ഓക്സൈഡ് ആൻഡ് ടൈറ്റാനിയം 4 ഓക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡും അയണോ ഫെറസ് ഓക്സൈഡും കൂടി ചേർന്നാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തില്ല, രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ഫെറസ് ടൈറ്റാനേറ്റ്. എന്തെങ്കിലാട്ടെ അത് അതിന്റെ ഫോമിലാണ്. ഇൽമനൈറ്റിന്റെ പ്രധാനപ്പെട്ട ഓർ ടൈറ്റാനിയത്തിന്റെ പ്രധാനപ്പെട്ട ഓർ ഇൽമനൈറ്റ് ആണ്. മറ്റേത് എന്താണ്? റൂട്ടൈൻ. ദാറ്റ് ഈസ് സിംപ്ലി ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ അടുത്ത പേപ്പറിലും മറ്റൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടോ? ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് തിരുവനന്തപുരത്തുള്ള ഒരു സ്ഥാപനമാണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഇതിൽ നിന്ന് എങ്ങനെ ടൈറ്റാനിയം ഐസൊലേറ്റ് ചെയ്യാം എന്നല്ലാണ് നമ്മുടെ പ്രോസസ്. ഓക്കെ, ഇൽമനൈറ്റ് ആയാലും റൂട്ടൈൽ ആയാലും ഏകദേശം മെത്തേഡ് വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രധാനമായിട്ട് പ്യൂരിഫൈ ചെയ്ത ഓറിനെടുത്തിട്ട് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സബ്ജക്റ്റ് ടു എ പ്രോസസ് വിച്ച് ഈസ് കോൾഡ്, നമ്മൾ സാധാരണ നേരത്തെ ഒന്നും കാണാത്ത പ്രോസസ്സാണ്. എന്താണ് പേര്? കാർബോക്ലോറിനേഷൻ. പ്യൂരിഫൈ ചെയ്ത ഓറിനെ കാർബോക്ലോറിനേഷൻ. കാർബോക്ലോറിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? പാസിംഗ് ക്ലോറിൻ over the purified hot mixture of a purified ore and a carbon. ഈ ഓറും പിന്നെ പ്യൂരിഫൈ ചെയ്ത ഓറും കാർബൺ കൂടി മിക്സ് ചെയ്ത് വളരെ ഹോട്ട് കണ്ടീഷനിൽ കൂടി ക്ലോറിൻ പാസ് ചെയ്യാം. കാർബോക്ലോറിനേഷൻ. സോ ദ റോൾ ഓഫ് എ carbon is to reduce the oxide into metal, and then the role of chlorine is to convert the metal into titanium tetrachloride. ടൈറ്റാനിയത്തിന് ഡയറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആയാലും ശരി, ഇത് രണ്ടിനും ടൈറ്റാനിയം ഓക്സൈഡ് തന്നെയാണ്, ഇത് ടൈറ്റാനിയം ഡയോക്സൈഡ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റെഡ്യൂസ് ഇറ്റ്. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻടു ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ബൈ എ പ്രോസസ് കോൾഡ് കാർബോക്ലോറിൻ. അപ്പോൾ ഇത് രണ്ടായാലും ശരി, ഇൽമനൈറ്റ് ആയാലും ശരി, റൂട്ടൈൽ ആയാലും ശരി, TiO2 നമുക്കറിയാം, TiO2 പ്ലസ് C പ്ലസ് Cl2, 2Cl2 will give TiCl4 plus CO2.
വെരി സിമ്പിൾ. ഓക്സിജന് കാർബൺ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഇനി പണികൾക്കൊക്കെ 2C എന്ന് എഴുതിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 2CO എന്ന് എഴുതിയാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. Anyway, you can see that the carbon reduces titanium. രണ്ടും ഒന്നിച്ച് നടക്കുന്നതാണ്. റെഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റാനിയം ആക്കാൻ ശ്രമിച്ചാല് ടൈറ്റാനിയം നമ്മൾ എന്ത് ചെയ്യും? ടൈറ്റാനിയം ഡയോക്സൈഡ് കാർബൺ കൊണ്ട് റിയാക്ട് ചെയ്ത് ക്ലോറിൻ കൊണ്ടിരുന്ന് എഴുതും. ടൈറ്റാനിയം പ്ലസ് 2C ഗിവിംഗ് Ti പ്ലസ് 2CO എന്ന് എഴുതിക്കൂടെ? അത് ശരിയല്ല. ബിക്കോസ് സച്ച് എ റിയാക്ഷൻ മേ പ്രൊസീഡ് ബട്ട് യു കൻ സീ ദാറ്റ് ദ ടൈറ്റാനിയം ഫോംഡ് under the hot condition react with the carbon forming titanium carbide. കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈറ്റാനിയം ഡയോക്സൈഡിൽ നിന്ന് ടൈറ്റാനിയം ഉണ്ടാവുകയും ആ ടൈറ്റാനിയം കാർബൺ റിയാക്ട് ചെയ്ത് ടൈറ്റാനിയം ഡയോക്സൈഡ് ടൈറ്റാനിയം ആണെന്നോ അതിന് റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെരി ഹോട്ട് കണ്ടീഷനാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടായ ടൈറ്റാനിയം വിൽ ബി കൺവേർട്ടഡ് ഇൻടു ടൈറ്റാനിയം കാർബൈഡ്. നമ്മുടെ ഉദ്ദേശം എന്താ? കാർബൈഡ് അല്ല ടൈറ്റാനിയം കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? ആ പ്രോസസ്സ് കാർബൺ ഉപയോഗിച്ച് ടൈറ്റാനിയം ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് പ്യുവർ ടൈറ്റാനിയം കിട്ടില്ല. ടൈറ്റാനിയം കാർബൈഡ് ആണ്. മിക്സ് ഓഫ് കോഴ്സ് ടൈറ്റാനിയം വിൽ ബി ഒബ്റ്റൈൻഡ് ദാറ്റ് വിൽ ബി കണ്ടാമിനേറ്റഡ് വിത്ത് ടൈറ്റാനിയം കാർബൈഡ്. അതുകൊണ്ടാണ് ഈ പ്രോസസ് ചെയ്യുന്നത്. എനിവേ മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല. FeO TiO2 ആയാലും അതേപോലെ FeO TiO2 or FeO TiO2 പ്ലസ് C പ്ലസ് Cl2. ഇവിടെ എന്താ സംഭവിക്കുക? Titanium is converted into titanium tetrachloride. Iron is converted into iron chloride. And you can see that yes, the oxygen is converted into carbon monoxide or carbon dioxide or carbon monoxide. അപ്പോൾ അവിടെയും ഫെറിക്ലോറൈഡും ടൈറ്റാനിയം ടെട്രാക്ലോറൈഡും കൂടി എടുക്കും. മറ്റേ ടെട്രാക്ലോറൈഡ് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഈസ് എ വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈൽ ലിക്വിഡ് ആയതുകൊണ്ട് ദാറ്റ് കൻ ബി പ്യൂരിഫൈഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇതിൽ മറ്റേ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? ദ ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ഫോംഡ് ഡ്യൂറിംഗ് ദി കാർബോക്ലോറിനേഷൻ പ്രോസസ് ഈസ് എ purified. Since it is a volatile liquid that can be purified by this fractional distillation, we get a pure titanium tetrachloride. Okay, purification വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് മറ്റു പല ഇമ്പ്യൂരിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ റെസിഡ്യൂയിൽ പോയിട്ട് വി ക്യാൻ ഗെറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ നിക്കലിന്റെ കേസ് നിക്കൽ കാർബണൈൽ ആയി കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി പ്യൂരി ബിക്കോസ് ഇറ്റ് ക്യാൻ ഈസിലി ബി വേപ്പറൈസ്ഡ് ആൻഡ് ദസ് പ്യൂരിഫൈഡ്. അതേപോലെ അത്രത്തോളം അല്ലെങ്കിലും ടെട്രാക്ലോറൈഡ് വോളറ്റൈൽ ആണ്. വളരെ എളുപ്പത്തിൽ ഹീറ്റ് ചെയ്ത ലിക്വിഡ് ക്യാൻ ബി ഡിസ്റ്റിൽഡ് ഓർ subjected to fractional distillation and thus purified. So the titanium tetrachloride that is formed during the carbochlorination process is further purified by fractional distillation to get a very pure titanium tetrachloride. And in the end that should be reduced into titanium and that is done by heating it with a magnesium. But reducing it with a magnesium one. Titanium tetrachloride is a chlorine എടുത്തുകൊണ്ട് പോകണമെങ്കിൽ യെസ് ടൈറ്റാനിയത്തിനേക്കാളും ക്ലോറിനോട് കൂടുതൽ ഇഷ്ടമുള്ള ഒരു മെറ്റൽ ആവശ്യമുണ്ട്. കാൽസ്യം, സോഡിയം, മെഗ്നീഷ്യം ഇതൊക്കെ അതിൽപ്പെട്ടാണ് മെഗ്നീഷ്യമാണ് ഉപയോഗിക്കുന്നത്. മെഗ്നീഷ്യം ഉപയോഗിക്കുന്ന പ്രോസസ്സിന് വേറെ ഉപയോഗിക്കുന്നുണ്ട്, സോഡിയം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക ദാറ്റ് ഈസ് കോൾഡ് ദി ഈ പ്രോസസ്സിന് ഒരു പേരുണ്ട്. എന്താണ്? ക്രോൾസ് പ്രോസസ്. ഒരാളുടെ പേരാണ്, അയാളാണ് അദ്ദേഹമാണ് ഈ പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത്? The reduction of a titanium tetrachloride by heating with a magnesium. The reaction നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. TiCl4 plus TiCl4 plus 2Mg giving Ti plus a 2MgCl2. ഈ റിയാക്ഷൻ നടത്തുന്ന ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസിലാണ്. ഈ കണ്ടീഷനിലെ മെഗ്നീഷ്യം ക്ലോറൈഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1000-നേക്കാളും താഴെയാണ്. ടൈറ്റാനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1600-നേക്കാളും മേലെയാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ റിയാക്ഷൻ കണ്ടീഷനിൽ 1000 ഡിഗ്രിയിൽ മെഗ്നീഷ്യം ക്ലോറൈഡ് വിൽ ബി പ്രസന്റ് ആസ് എ ലിക്വിഡ് ആൻഡ് മെറ്റാലിക് ടൈറ്റാനിയം വിൽ ബി പ്രസന്റ് ആസ് എ സോളിഡ്. സോ ദാറ്റ് ക്യാൻ ബി ഈസിലി റിമൂവ്ഡ്. ഒന്ന് സോളിഡ് ആണ്, ഇത് സോളിഡ് ആണ്, ഇത് ലിക്വിഡ് ആണ്. ശ്രദ്ധിക്കുക. Okay, so MgCl2 being a liquid can easily be removed and the titanium oxide of course will be contaminated with a certain magnesium. അത്ര പ്യൂർ കിട്ടൂല. മെഗ്നീഷ്യം പറഞ്ഞാൽ സ്പോഞ്ചി മെഗ്നീഷ്യം കൂടി സ്പോഞ്ചി ടൈറ്റൻ എന്ന് പറയാം. അതിന് കുറച്ച് മെഗ്നീഷ്യം കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിന് വേണമെങ്കിൽ ഈ MgCl2 വേറെ ഗുണമുണ്ട്. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇറ്റ് ഈസ് എ വാട്ടർ സോല്യൂബിൾ സോൾട്ട്. കളിക്കളിയാം. അല്ലെങ്കിൽ Mg will be react with dilute HCl forming magnesium chloride.
ഇതിലുള്ള ടൈറ്റാനിയത്തിൽ രണ്ടാമത്തെ മാഗ്നീഷ്യം ക്യാൻ ബി റിമൂവ് ബൈ വാഷിംഗ് വിത്ത് എ ഡൈല്യൂട്ടഡ് സ്റ്റീൽ. അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആൻഡ് ദ റിസൾട്ട് ഈസ് ടൈറ്റാനിയം